ഭാരതാംബ ചിത്ര വിവാദത്തിൽ കേരള ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിച്ച് CPI. ഭരണഘടനാ ലംഘനം നടത്തിയ ഗവർണർ RV ആർലേക്കറിനെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് MP സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്തയച്ചു. എന്നാൽ വിഷയത്തിൽ സർക്കാരുമായി പോരിനില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. ഗവർണറുമായി ഇതിന്റെ പേരിൽ ഒരു പോരിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ലെഫ്റ്റിനോ താല്പര്യമില്ല. രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിന്. ആ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രചരണ വേദിയായിട്ടോ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രകടനവേദിയായിട്ടോ അദ്ദേഹം രാജ്ഭവനെ മാറ്റാൻ ശ്രമിക്കുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. രാജ്ഭവനിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ആദ്യ നിലപാട് മാറ്റുകയാണ് CPI. സംഘപരിവാർ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ തുറന്ന് എതിർക്കാനാണ് തീരുമാനം. നാളെ ബ്രാഞ്ച് തലത്തിൽ ദേശീയ പതാക ഉയർത്തിയും വൃക്ഷത്തൈകൾ നട്ടും ക്യാമ്പയിന് തുടക്കമിടും. ഇതിനിടെ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് CPI രാജ്യസഭാംഗം സന്തോഷ് കുമാർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചു. സർക്കാർ പരിപാടിയിൽ RSS ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചത് ഭരണഘടനാ വിരുദ്ധമെന്നാണ് ആക്ഷേപം. ഇന്ന് മാധ്യമങ്ങളെ കണ്ട ബിനോയ് വിശ്വം ഗവർണർ പദവി തന്നെ ഇന്ത്യക്ക് ആവശ്യമില്ലെന്ന് ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ പ്രതികരണത്തിനിടയിലെ ഈ വാക്കുകളാണ് ശ്രദ്ധേയം. അതെല്ലാം ചർച്ചാ വിഷയമാക്കുന്നത് ഇങ്ങനെയല്ല. വിവാദത്തിൽ മുഖ്യമന്ത്രി പരസ്യമായി പ്രതികരിക്കാത്തതും ഗവർണറോട് മൃദു സമീപനമെന്ന പ്രതിപക്ഷ ആക്ഷേപങ്ങളുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഡൽഹി യാത്രയും ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിക്ക് ആശംസകൾ നേർന്ന ഗവർണറുടെ നടപടിയും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. എന്നാൽ ഗവർണർ എന്ന ഭരണഘടനാ പദവിയെ അംഗീകരിക്കുമ്പോഴും വ്യക്തിപരമായ രാഷ്ട്രീയ നീക്കങ്ങളെ ശക്തമായി എതിർക്കുന്നുണ്ടെന്നാണ് CPIM നിലപാട്. RSS സൈദ്ധാന്തികൻ S ഗുരുമൂർത്തിയെ രാജ്ഭവനിൽ എത്തിച്ച നിലപാടിനെ മുഖ്യമന്ത്രി പരസ്യമായി തള്ളിപ്പറഞ്ഞതും CPIM കാട്ടുന്നു. എന്നാൽ പുതിയ വിവാദങ്ങളിൽ സർക്കാരുമായി പോരിനില്ലെന്നാണ് ഗവർണറുടെ നിലപാട്. രാജ്ഭവനിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം മാറ്റില്ല, അക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. അതിനപ്പുറം വിവാദങ്ങൾക്കില്ലെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.